സംസ്ഥാനത്തെ 8 ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഉണ്ടാകും. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിലാണ് മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനമായത്. ഹൈക്കോടതിയിലാണ് ഇലക്ഷൻ കമ്മീഷൻ നിലപാട് വ്യക്തമാക്കിയത്. ആറ്റിങ്ങലിലെ ഇരട്ട വോട്ടുകൾ നീക്കം ചെയ്തുവെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. 3431 വോട്ടുകളാണ് ഡബിൾ എൻട്രിയായി കണ്ടെത്തിയത്. ബിനിലാണ് വിവരങ്ങളുമായി ചേർന്നത്. ബിനിൽ, ആറ്റിങ്ങലിൽ അതിലധികം ഇരട്ട വോട്ടുണ്ട് എന്നതായിരുന്നല്ലോ അടൂർ പ്രകാശിന്റെ വാദം. ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു തീർപ്പാണോ? ഈ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുന്നത് അടക്കം എന്തൊക്കെ കാര്യങ്ങളാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ കോടതിയെ അറിയിച്ചത്? രതീഷ്, ആദ്യം ആറ്റിങ്ങലിലേക്ക് വരാം. ആറ്റിങ്ങലിൽ 1,72,000 ഇരട്ട വോട്ടുകൾ ഉണ്ടായെന്നായിരുന്നു അടൂർ പ്രകാശിന്റെ ആരോപണം. അത് വിശദമായി പരിശോധിച്ചു. ബൂത്ത് തലത്തിൽ പരിശോധന നടത്തിയെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് 439 ഇരട്ട വോട്ടുകളാണ് കണ്ടെത്തിയത് എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. മണ്ഡലത്തിലെ മൊത്തത്തിലുള്ള 13 ലക്ഷത്തിലധികം, അതായത് ഏതാണ്ട് 13,90,000 വോട്ടർമാരാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലുള്ളത്. ആ മൊത്തം വോട്ടുകൾ പരിശോധിച്ചതിൽ നിന്ന് 3,431 ഡബിൾ എൻട്രികളാണ് കണ്ടെത്തിയത്. അത് കഴിഞ്ഞ 4-ാം തീയതി കണ്ടെത്തിയതാണ്. അത് അപ്പോൾ തന്നെ നീക്കം ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു കേസ് വടകരയിലെ കേസാണ്. വടകരയിൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ പാനൂരിലെ ബോംബ് സ്ഫോടനത്തിന്റെ അടക്കം പശ്ചാത്തലത്തിൽ അവിടെ കേന്ദ്രസേനയെ വിന്യസിക്കണം, എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് വേണമെന്നതായിരുന്നു ഷാഫി പറമ്പിലിന്റെ ഏജന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് വടകര മണ്ഡലത്തിൽ മാത്രമല്ല, സംസ്ഥാനത്തെ 8 ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സൗകര്യം വരികയാണ്. മലബാറിലാണ് ഏറ്റവും കൂടുതൽ വെബ്കാസ്റ്റിംഗ് ഉള്ളത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് കണ്ണൂർ, കോഴിക്കോട് മണ്ഡലങ്ങൾ അടക്കം വെബ്കാസ്റ്റിംഗിൽ പൂർണ്ണമായും ഉൾപ്പെടുത്തിയതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ശരി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി അറിയിച്ച കാര്യങ്ങളാണ് ബിനിൽ കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്.